ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? നമ്മളെ പുതുപ്പെണ്ണിനെയും ചെക്കനെയും കൊണ്ട് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ട്. നമ്മുടെ മാമൻ്റെയും വല്യമ്മയുടെയൊക്കെ വീട്ടിലേക്ക് അങ്ങോട്ടുള്ള പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ വണ്ടിയൊക്കെ വന്ന് അതിൽ കയറി ഇരിപ്പായിട്ടോ. ഞാനും ഇവമോളും അലനും അച്ഛനും അമ്മയും പിന്നെ നമ്മുടെ പുതിയ കല്യാണ പെണ്ണും ചെക്കനുമാണ് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം മോള് കാറി കയറി ഉടനെ തന്നെ ഉറക്കാം കേട്ടോ. മോളുടെ മുഖത്തൊക്കെ കണ്ടോ, മാങ്ങയുടെ ചുണയായതാണ്. അപ്പോൾ മാങ്ങയൊക്കെ പൊട്ടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് എൻ്റെ വലിയ മാമൻ്റെ വീടാണേ. വീട്ടുകാരൊന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ, കാരണം എല്ലാവർക്കും വീഡിയോയിൽ വരാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല. അത് കാരണം അവരെയൊന്നും ബുദ്ധിമുട്ടിച്ചില്ല. അപ്പോൾ അവരുടെ എന്താ പറയുക, മാമൻ്റെ ഗാർഡൻ കണ്ടപ്പോൾ അത് വീഡിയോ എടുക്കാതെ പോയാൽ ഭയങ്കര മോശമായിരിക്കും. കാരണം അത്രയും നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ഈ കൊടും ചൂടിലും എന്താ പറയുക, ഒരു ഇല പോലും ഉണങ്ങാതെ ഇങ്ങനെ ഇത്രയും പച്ചപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നമ്മുടെ കണ്ണിനൊരു പ്രത്യേക ഒരു വൈബാണ്. അപ്പം നമ്മളവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കണ്ടോ, ബൊഗൈൻവില്ലൊക്കെ പൂത്ത് അങ്ങനെ ബുഷൊക്കെ വെട്ടി നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഗാർഡൻ കാണാൻ. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ മേമയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചേറ്റുവ പുഴയാണേ. പുഴ നല്ല വെയിലായ കാരണം പുറത്തേക്ക് നോക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് നല്ല ഭംഗിയാണല്ലോ, അങ്ങനെ ഒരു നീല കളറൊക്കെ ആയിട്ട് അങ്ങനെ പ്രത്യേക എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ നമുക്ക്. നമ്മുടെ കീർത്തന നോക്കിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ചേറ്റുവ പുഴ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയത് നമ്മുടെ വല്യമ്മയുടെ വീട്ടിലാണ്. ഇതാണ് കേട്ടോ നമ്മുടെ വല്യമ്മയുടെ വീട്. അവിടെ വല്യമ്മയും മക്കളൊക്കെ നമ്മളെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഒരു പട്ടിക്കുട്ടി ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഇതാ പിന്നത്തെ നമ്മുടെ വല്യമ്മയും ചേച്ചിയും ഒക്കെ കൂടെ എന്താ പറയുക, നമ്മൾ സ്വീകരിക്കലും ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് അവരുടെ വീടിൻ്റെ ബാക്കിൽ ഒരു അടുക്കളത്തോട്ടാണ്. എന്താ പറയുക, മുരിങ്ങക്കായും കൊള്ളിയും പ്ലാവും അങ്ങനെ വേണ്ട ഒരുവിധം ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ സെറ്റപ്പാണ്. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ വല്യമ്മ. എൻ്റെ അമ്മയെ പോലെ തന്നെയാണ്. ഇത് തന്നെയാണ് എൻ്റെ അമ്മ. അപ്പം അമ്മ പറയുന്നുണ്ട് അവൾ യൂട്യൂബിൽ ഇടൂട്ടാന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ എന്താ പറയുക, പറമ്പ് വാങ്ങാൻ വന്ന ആളെ പോലെ ഞാൻ എന്താ പറമ്പിൽ മേലോട്ടും താഴോട്ടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവമോളും അവിടെ ഒരു പേരയ്ക്ക് നിൽപ്പുണ്ട്. അമ്മ അത് പൊട്ടിച്ചായെന്ന് പറയുന്നുണ്ട്. പേരയ്ക്കും മാങ്ങയൊക്കെ കണ്ടാൽ പിന്നെ നമ്മുടെ പഴയ സ്വഭാവം പുറത്തേക്ക് വരുമല്ലോ. എന്താണ് അത്, ചാടി പൊട്ടിക്കുക. അതാണ് കേട്ടോ അപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ചാടി എത്താവുന്നതോടെ കാരണം പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടിയിട്ടോ. കുഞ്ഞു പേരയ്ക്കായിരുന്നു. അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ വല്യമ്മയുടെ വീട്ടിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അവരുടെ 2 ലാബ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കീർത്തനയ്ക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളിത് അതിനെ തൊടണം. ഒന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ, ആള് കുറയ്ക്കുന്നൊന്നുമില്ല, ഭയങ്കര സൈലൻ്റായിട്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇവമോളൊക്കെ അതിനിടയിൽ കൂടെ ഒന്ന് പോയി തൊട്ട് നോക്കിയാലോ. ഇത് അലൻകുട്ടിക്കൊക്കെ നല്ല പേടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പോയി തൊട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ മാങ്ങയൊക്കെ കഴിഞ്ഞ് അകത്തെത്തുമ്പോഴേക്കും ചേച്ചി വല്യമ്മയും കൂടി ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബീഫ് റോസ്റ്റ്, പോർക്ക് റോസ്റ്റ്, ചിക്കൻ ചില്ലി, പിന്നെ പൈനാപ്പിൾ പുളിശ്ശേരി, നല്ല കുടംപുളി ഇട്ട മീൻകറി, പത്തിരി, തേങ്ങാപ്പാൽ, പൊറോട്ട, ചോറ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പത്തിരിയും തേങ്ങാപ്പാലും അതുപോലെ ഇറച്ചിയും കൂടെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. കണ്ടോ, കൈപ്പത്തിരിയാണേ. ഞാൻ കുറച്ച് ബീഫും കുറച്ച് പോർക്ക് റോസ്റ്റും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിച്ചു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ്. ഞങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടുമ്പോഴൊക്കെ എന്താ പറയുക, എല്ലാവരും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒത്തുചേരണം വല്ലപ്പോഴും ഒക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ 4 മണിക്കാറ്റ് പാർക്ക് വരുന്നത്. അപ്പോൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അച്ഛൻ്റെ കയ്യും പിടിച്ചിട്ട് മോള് പോകുന്നുണ്ട് കേട്ടോ, ഫ്രണ്ടിൽ തന്നെ. നല്ല ഒരു വൈബാണ് കേട്ടോ 4 മണിക്കാറ്റ്. അതുമാത്രമല്ല അന്ന് സൺഡേ ആയി കാരണം എന്തോ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് വരുന്ന വഴിക്കാണ് കേട്ടോ ഒരു ഊഞ്ഞാൽ കണ്ടത്. വെള്ളത്തിനോട് ചേർന്നിട്ട് തന്നെ കെട്ടിയിട്ട് ആളുകൾ അതിൽ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ പ്ലാനിങ് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ അച്ഛനൊന്നും ഊഞ്ഞാലാട്ടിക്കാന്ന് കരുതി ചേച്ചിയും പിടിച്ച് കയറ്റി ഇത് ആട്ടി കൊടുക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് കേട്ടോ, അച്ഛനെങ്ങാനും വെള്ളത്തിൽ പോയാലോ എന്ന്. അപ്പോൾ അത് കാട്ടിയാൽ മതി എന്നിങ്ങനെ എല്ലാവരും ഓളിയിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ. അപ്പം എന്താ പറയുക, നിങ്ങളും ഞങ്ങളെപ്പോലെ തന്നെ ഇടയ്ക്കൊക്കെ നമ്മുടെ കസിൻസും അങ്ങനെ വല്യമ്മമാരും മേമ്മമാരും അങ്ങനെ എല്ലാവരും ആയിട്ടൊക്കെ ഇടയ്ക്കോ വല്ലപ്പോഴൊക്കെ ഒന്ന് ഒത്തുകൂടുക കേട്ടോ. അത് പ്രത്യേക സന്തോഷമാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനായിട്ടാ ഊഞ്ഞാലാടല്. കയറുമ്പോൾ എനിക്കൊരു ചെറിയൊരു പേടിയില്ലാതില്ല, പക്ഷെ ആടി തുടങ്ങിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം വെയിലറിയ കാരണം ചെറിയൊരു തണുത്ത കാറ്റൊക്കെയുള്ള കാരണം നല്ല രസമുണ്ടായിരുന്നു. ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് എന്താണ് വീഡിയോ പറ്റി തോന്നുന്നത് കമൻ്റായിട്ട് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.